ചുവരുകൾക്കുള്ളിൽ അടച്ചിടപ്പെട്ടവന് ഒരു കൊച്ചു സുഷിരത്തിലൂടെ വരുന്ന ചെറുവെട്ടം പോലും പുറത്ത് കടക്കാനുള്ള വഴിയായി തോന്നും. അതങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. അയാൾക്ക് അങ്ങനെ വിശ്വസിക്കണം. കാരണം രക്ഷപ്പെടണമെന്നത് അയാളുടെ ആവശ്യമാണല്ലോ. ജീവിക്കാൻ വേണ്ടി എന്നും പോരാടുന്നവരാണ് നമ്മൾ മനുഷ്യർ. അങ്ങനെ ജീവിക്കാൻ വേണ്ടി തൻ്റെ നാട്ടിൽ നിന്നും പ്രവാസിയായി വിദേശത്ത് പോവുകയും എന്നാൽ ആ പ്രവാസത്തിനിടെ കടുത്ത ദുരിതം അനുഭവിക്കുകയും അതിലൂടെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാവുകയും ആ ജീവിതം വെച്ച് എഴുതുന്ന ഒരു നോവലുണ്ട്. ഉസ്മാൻ മാരാത്തിന്റെ ഷഹാനിയ ജയിൽ, സെൽ നമ്പർ 15 എന്ന നോവൽ. തൻ്റെ ഭർത്താവ് വിദേശത്ത് ജയിൽവാസം അനുഭവിക്കുമ്പോഴും തൻ്റെ മക്കളോടും ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അതിജീവനത്തെ വരച്ചു കാട്ടുന്നു മുബി എന്ന കഥാപാത്രം. ശക്തമായ സ്ത്രീബിംബത്തെയാണ് കഥാകാരൻ മുബിയിലൂടെ വരച്ചു വെക്കുന്നത്. ഉണക്കച്ചെമ്മീനിൽ തുടങ്ങിയ തൻ്റെ ആദ്യത്തെ സംരംഭമാകട്ടെ ഉറുമ്പുകൾ കാർന്നു തിന്നു എന്ന് വളരെ രസകരമായി എന്നാൽ ഹൃദയഭേദകമായിട്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. ജയിൽവാസത്തിലെ കടുത്ത ശിക്ഷകളെക്കുറിച്ച് കഥാകാരൻ പറയുന്നുണ്ട്. 40 അടിയാണെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് വാങ്ങിക്കേണ്ടതില്ല. അവർ പറയുന്ന കാലയളവിനുള്ളിൽ 1 മാസമാണെങ്കിൽ അതിനുള്ളിൽ ആ 40 അടി വാങ്ങിക്കഴിഞ്ഞാലേ ആ ശിക്ഷ പൂർണ്ണമാവൂ. നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നാം ജീവിച്ചേ മതിയാകൂ. ആ നിമിഷങ്ങളെ അതിജീവിച്ചാലല്ലേ വരാനിരിക്കുന്ന ജീവിതത്തിന്റെ മധുരം നുകരാൻ നമ്മളുണ്ടാകൂ. നമ്മളെങ്ങനെ ബാക്കിയാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതാണ് ആദിമധ്യാന്തം സസ്പെൻസ് നിറഞ്ഞ ജീവിതത്തിന്റെ രസം. ഒടുവിൽ എന്താകുമെന്ന് എഴുതിയവനെ മാത്രം അറിയുന്ന മാജിക്കൽ സസ്പെൻസ്. ഇത്തരത്തിൽ പ്രവാസത്തിലെ കടുത്ത അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് മാൻകൈൻഡ് പുറത്തിറക്കിയ ഉസ്മാൻ മാരാത്തിന്റെ ഷഹാനിയ ജയിൽ, സെൽ നമ്പർ 15 എന്ന ഈ നോവൽ. എല്ലാവർക്കും നന്ദി, സ്നേഹം.